a 220 volt shunt motor, a 220 volt shunt motor, a 220 volt shunt motor, has an armature resistance of 0.5 ohm, has an armature resistance of 0.5 ohm. എഴുതുന്നില്ല നിങ്ങള്? എഴുതുന്നില്ലേ? Yes, miss. Yes, miss. Armature resistance of 0.5 ohm and takes an armature current of 40 ampere and takes an armature current of 40 ampere and takes an armature current of 40 ampere on a certain load, on a certain load, on a certain load. Next sentence. By how much must the main flex be reduced? Main flex be reduced. By how much must the main flex be reduced to raise the speed by how much must the main flex be reduced to raise the speed by 50% of 50% if the developed torque is constant. 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 Next sentence. Neglect saturation and armature reaction. Neglect saturation and armature reaction. Neglect saturation and armature reaction. എഴുതി കഴിഞ്ഞില്ലേ? എഴുതിയില്ലേ ഇതുവരെ? ഇതുവരെ എഴുതിയിട്ടില്ല നിങ്ങള്? Yes, miss. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ബോർഡ് വിസിബിൾ അല്ലേ? ബോർഡ് ഞാൻ എഴുതിയിരിക്കുന്ന വരച്ചേക്കുന്ന കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് a 220 volt DC shunt motor, 220 volt വോൾട്ടേജ് മോട്ടർ ആയതുകൊണ്ട് ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് ആണ് 220 വോൾട്ട്. ഷണ്ട് മോട്ടർ ആയതുകൊണ്ട് ആർമേച്ചറിന് പാരലലായിട്ടാണ് ഫീൽഡ് വൈൻഡ് ചെയ്തേക്കുക. And it has an armature resistance of 0.5 ohm and takes an armature current of 40 ampere on a certain load. കാരണം മോട്ടറിന് നമുക്കറിയാം ലോഡിനനുസരിച്ചായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ ഏതോ ഒരു ലോഡിന്, ഒരു സർട്ടൈൻ ലോഡിന് എടുക്കുന്ന ആർമേച്ചർ കറണ്ട് ഏത് ലോഡാണ് നമുക്ക് അറിയത്തില്ല, ഏതോ ഒരു ലോഡ് IA1 ഏതോ ഒരു ലോഡിന് എടുക്കുന്ന ആർമേച്ചർ കറണ്ട് 40 ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് by how much must be the main flex be reduced എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലെക്സിനെ റെഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ സ്പീഡിനെ എന്താക്കുന്നു, to raise the speed by 50%. ഫ്ലെക്സിനെ കുറച്ചാൽ അതിന്റെ ഫ്ലെക്സ്
ആദ്യത്തെ ഫ്ലെക്സ് 5 എന്നുള്ളത് 5 എന്നുള്ളത് 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിഷ്യൽ ഫ്ലെക്സ് 5 ആണ് 5 ആണെങ്കിൽ അടുത്ത ഫ്ലെക്സിനെ റെഡ്യൂസ് ചെയ്യുന്നു 5 ടു ഫ്ലെക്സിനെ 5 ടു ഇനിഷ്യൽ ഫ്ലെക്സ് 5 എന്നും ആ 5നെ 5 ടു ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യുന്ന അവർ പറഞ്ഞത് ടു റേസ് ദ സ്പീഡ് ബൈ 50%. സോ ആദ്യത്തെ സ്പീഡ് n1 ആണെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് എത്രയായിരിക്കും n2 എത്രയായിരിക്കും ഫസ്റ്റ് സ്പീഡ് n1 that is equal to n ആണെങ്കിൽ സെക്കൻഡ് സ്പീഡ് n2 എത്രയായിരിക്കും എന്ന് പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താ പറയുന്നത് to raise the speed by 50%. So ഞാൻ ഇനിഷ്യൽ സ്പീഡ് n എടുത്താൽ ഫൈനൽ സ്പീഡ് എന്തായിരിക്കും ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഫസ്റ്റ് സ്പീഡ് n എന്നാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത n2 എന്തായിരിക്കും 1.5 ആണോ 1.5 എന്നാണ് എടുക്കുന്നത് സ്പീഡ് എന്ത് ചെയ്യുന്നു 50% കൂട്ടുന്നു സോ that will be 1.5 അതേ സ്പീഡ് 1 n ആണെങ്കിൽ 50% കൂട്ടുമ്പോൾ എന്തായിരിക്കും 1.5 n. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില് ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ ഈ റിലേഷൻ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ദേവിക Yes, miss. ആദിൽ യെസ് മിസ് ക്ലിയർ ആയോ യെസ് മിസ് ഓക്കെ അപ്പം സ്പീഡ് 50% റേസ് ചെയ്തു അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ആണ് ഡെവലപ്ഡ് ടോർക്ക് ഈസ് കോൺസ്റ്റന്റ് അവിടുത്തെ ടോർക്ക് കോൺസ്റ്റന്റ് ആണ് ആദ്യത്തെ ടോർക്ക് TA1 ആണെങ്കിൽ അടുത്ത ടോർക്ക് എന്തായിരിക്കും TA2 ആയിരിക്കും ഒരു രണ്ട് ടോർക്ക് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും TA1 ഈക്വൽ ടു TA2 ആയിരിക്കും സ്പീഡ് n1ന്റെ സമയത്തെ ടോർക്ക് TA1 ആണ് n2ന്റെ സമയത്തെ ടോർക്ക് TA2 ആണെങ്കിൽ രണ്ട് ടോർക്കിന് വ്യത്യാസമൊന്നും വന്നില്ല പിന്നെ സാച്ചുറേഷൻ ആർമേച്ചർ റിയാക്ഷൻ നെഗ്ലക്ട് ചെയ്യണം അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഫ്ലെക്സിന്റെ വാല്യൂ ഓക്കെ ഫ്ലെക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് സ്പീഡ് കൺട്രോളിന്റെ ടൈപ്പിലെ പ്രോബ്ലം ആണ് ഫ്ലെക്സ് കൺട്രോൾ ചെയ്ത് സ്പീഡിനെ ചേഞ്ച് ചെയ്യാം ഫ്ലെക്സിനെ ചേഞ്ച് ചെയ്ത് സ്പീഡിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ് സോ നമുക്ക് അറിയാവുന്ന രണ്ട് റിലേഷൻ ആണ് ഈ സ്പീഡ് കൺട്രോളിന്റെ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് റിലേഷനും സ്പീഡ് റിലേഷനും നമ്മൾ പഠിച്ചതാണ് ബുക്ക് നോക്കിയാൽ അറിയാം ടോർക്ക് റിലേഷനും സ്പീഡ് റിലേഷനും പഠിച്ചതാണ് ടോർക്ക് റിലേഷൻ എന്താണ് ടോർക്ക് റിലേഷൻ എന്തായിരുന്നു ടോർക്ക് റിലേഷൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞ ടോർക്ക് റിലേഷൻ എന്താ നമ്മൾ പഠിച്ച ടോർക്ക് റിലേഷൻ എന്താണ് ടോർക്ക് റിലേഷൻ പറയൂ ആർക്കും ഓർമ്മയില്ലേ ബുക്ക് തിരിച്ച് നോക്കോ കാണും പെട്ടെന്ന് 5 into IA. Torque is proportional to P is proportional to 5 into IA. Speed relation എന്തായിരുന്നു സ്പീഡ് റിലേഷൻ അതിന്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട് തൊട്ട് സ്പീഡ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു സ്പീഡ് റിലേഷൻ സ്പീഡ് റിലേഷൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ സ്പീഡ് റിലേഷൻ എങ്ങനെയാ സ്പീഡ് റിലേഷൻ കിട്ടുന്നത് സ്പീഡ് വെച്ചിട്ടുള്ള ഏത് ഫോമുലയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് DC മെഷീനിൽ സ്പീഡ് യൂസ് ചെയ്തിട്ടുള്ള ഫോമുല ഏതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്
ഇങ്ങനെ പഠിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ. DC മെഷീൻസിൽ സ്പീഡ് യൂസ് ചെയ്തുള്ള ഏത് ഫോമുലയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ലിയോൺ? N2 divided by N1 is equal to അത് റിലേഷൻസ് അത് പോട്ടെ, ഞാൻ അത് ചോദിച്ചില്ല. അത് എങ്ങനെ വന്നു എന്നുള്ളതാ ചോദിച്ചത്. N2/N1 ഒക്കെ എങ്ങനെ കിട്ടുന്നു? ഏത് ഫോമുലയാണ് ഡിഡ്യൂസ് ചെയ്തെടുക്കുന്നത്? ഫോർ V minus IR by ഇല്ല. സൽമാൻ? five Z by 60 equals അത് തന്നെ. P by ആ N. ഇക്വേഷൻ അർജുൻ പറഞ്ഞേ. എന്താ EMF ഇക്വേഷൻ എന്ന് പറഞ്ഞേ? 5Zn/60 into P by N. അതെന്തിന്റെ ഇക്വേഷനാ? EB ആണ്. EB. ബാക്ക് EMF EB അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. ബാക്ക് EMF is also ജനറേറ്റ് ചെയ്യും. ഇക്വേഷൻ ഇതാണ്. E is equal to 5Zn/60 into P by N. ഇതാണ് നമ്മുടെ ജനറേറ്ററിന്റെ ജനറേറ്റ് EMF-ഉം മോട്ടറിന്റെ ബാക്ക് EMF-നും സെയിം ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ Z എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, P നമ്പർ ഓഫ് പോൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും, A നമ്പർ ഓഫ് പാരലൽ പാത്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, 60 കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടും E is proportional to N5 or we can write N is proportional to E by 5. മോട്ടർ ആകുമ്പോൾ എന്ന് പറയുന്നത് EB ആവും, ബാക്ക് EMF. സോ ഇതാണ് നമ്മുടെ സ്പീഡ് റിലേഷൻ. So N is proportional to EB by 5. That is our speed relation. ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് റിലേഷൻസും വെച്ചിട്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. സ്പീഡ് കൺട്രോളിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ഈ റിലേഷൻ വെച്ചാണ്. ഇനി നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പോകുന്നതും ഈ റിലേഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. ഇനി നമുക്ക് ഫസ്റ്റ് റിലേഷൻ എടുക്കുന്നത് T is proportional to 5IA. So I can write T1 by T2 അല്ലെങ്കിൽ armature torque TA1 by TA2 is equal to Phi1 by Phi2 into IA1 by ചെയ്യാൻ പറ്റും. TA1 by TA2 പ്രൊപ്പോർഷണാലിറ്റി ഞാൻ റിലേഷൻസിന്റെ ഇക്വേഷൻസ് ആയിട്ട് മാറ്റി, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞിട്ട് TA1 ഈക്വൽ ടു TA2 പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് കോൺസ്റ്റന്റ്, അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. സോ 1 is equal to Phi1 by Phi2 into എനിക്ക് IA1 അറിയാം, ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ IA1 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 divided by I am taking this as equation number 1. Okay, ഞാൻ equation number 1 ആയിട്ട് എടുക്കുന്നു. ഇനി ഞങ്ങൾക്ക് speed relation N is proportional to EB by 5. So I can write N1 by N2 is equal to EB1 by EB2 into Phi2 by Phi. EB by Phi. So Phi2 by Phi. ഓക്കെ, എനിക്കിവിടെ അറിയാം N1 എന്നുള്ളത് N ആയിട്ട് എടുക്കുകയാണെങ്കിൽ N2 എന്നുള്ളത് 1.5 N ആണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്താൽ N by 1.5 N which is equal to EB1 by EB2 into Phi2 by Phi1. എനിക്ക് EB1 EB2 ഒക്കെ കണ്ടുപിടിക്കാം. EB1 EB2 എന്നൊക്കെ പറഞ്ഞാൽ ബാക്ക് EMF ആണ്. ഓക്കെ, സോ ബാക്ക് EMF EB1 എന്ന് പറഞ്ഞാൽ എന്താ EB1 ഇക്വേഷൻ? വോൾട്ടേജിന്റെ ടേംസില്, വോൾട്ടേജ് ഡ്രോപ്പിന്റെ ടേംസില് ബാക്ക് EMF ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വോൾട്ടേജ് ഡ്രോപ്പിന്റെ ടേംസ് ബാക്ക് EMF ഇക്വേഷൻ പറഞ്ഞേ പെട്ടെന്ന്. EB1 ഇക്വേഷൻ പറഞ്ഞു.
അല്ലെങ്കിൽ V minus എന്തായിരുന്നു? V minus IAR. V minus. B minus IAR. EB1 ആയതുകൊണ്ട് BA1 minus IA1 ആണ്. സപ്ലൈ വോൾട്ടേജ് മാറുന്നില്ല, RIയും മാറുന്നില്ല, ആർമേച്ചർ റെസിസ്റ്റൻസ് മാറുന്നു. EB1 equal to B minus IA1 ആണ്. ബിയുടെ വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട് 220 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ് മൈനസ് IA1 40 ആംപിയർ തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് 0.5 ആണ് തന്നിട്ടുണ്ട്. So which is equal to 220 into 40 into 0.5 20 വരും അല്ലേ? 40 into 0.5 എത്രയാ? സപ്ലൈ വോൾട്ടേജ് 220 അല്ലേ? സപ്ലൈ വോൾട്ടേജ് 220 ആയിരുന്നില്ലേ? ആണോ? സപ്ലൈ വോൾട്ടേജ് 220 ആയിരുന്നു. Yes, miss. ഒരു സെക്കൻഡ്, അതൊന്ന് കണ്ടുപിടിച്ചേ. എത്ര കിട്ടി? 220 minus 40 into 0.5 20. എത്ര കിട്ടി? 200 കിട്ടിയോ? EB1 200 വോൾട്ട് കിട്ടിയോ? Yes. അടുത്തത് EB2. EB2 എന്ന് പറഞ്ഞാല് EB2 equal to B minus IA എന്നുള്ളത് IA2 ആവും. IA2 into RI. B എന്ന് പറഞ്ഞാൽ നമുക്ക് 220 അറിയാം, IA2 അറിയില്ല. സെക്കൻഡ് കേസിൽ ആർമേച്ചർ കറന്റ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് IA2 തന്നെയായിട്ട് ഞാൻ ഇടുകയാണ്. സൂര്യ എപ്പോഴാ ജോയിൻ ചെയ്തത്? കേട്ടില്ലേ? എപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് പറ. അല്ല മിസ്, അത് നെറ്റിന് കുറച്ച് ഫ്രോളം ഉണ്ടായി, അതാണ്. നെറ്റിനെ ഇങ്ങനെ കുറ്റം പറയല്ലേ എപ്പോഴും. അല്ല എപ്പോഴും ഇല്ല, അത് ഇന്ന് കുറച്ച് ഫൈബറിൽ ഒരു ഇത് വീണു. അല്ല ഒരു മരം വീണു, അതായിരുന്നു. ശരി ശരി, 10 ക്ലാസ്സിലെ 10:30 ജോയിൻ ചെയ്താൽ മതി കേട്ടോ. മിസ് ഒരു മരം വീണു, അതാണ്. So EB2 എന്ന് പറഞ്ഞാൽ B minus IA2 ആണ്. 220 minus IA2 into RI is 0.5. Okay. So ഞാനത് EB1 വാല്യൂ ഉണ്ട്, EB2 IA2 ടേംസിലുള്ള വാല്യൂ ഉണ്ട്. ഞാൻ ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. That is സ്പീറലൈസേഷൻ ഉണ്ടത്. ഇവിടെ എങ്ങനെ ക്യാൻസൽ ആവും? 1/1.5 equal to EB1 200 കിട്ടി, EB2 എന്നുള്ളത് എന്ത് കിട്ടി? 220 into 220 minus IA2 into 0.5 ഇത് into 52/5 ഇത്രയാണ് കിട്ടിയത്. ഓക്കെ, ഇനി എനിക്ക് ഇക്വേഷൻ നമ്പർ 1 ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 എനിക്ക് എഴുതാൻ പറ്റും 52/5 ഈക്വൽ ടു എന്തായിരിക്കും? പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 52/5 വാല്യൂ പറഞ്ഞു. What will be 52/5? പറഞ്ഞേ. ഇക്വേഷൻ നമ്പർ 1 52/5 എന്ത് കിട്ടും? That will be ഈ 52 മോളോട്ട് 51 താഴോട്ട് വരും. 40/IA2. 52/5 എന്നുള്ളത് 40/IA2 കിട്ടും. Substitute that
അതിന്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So I will get 1 by 5.5 equal to 200 divided by 220 minus IA2 into 0.5. The whole 52 by 51 എന്നുള്ളത് 40 by IA2 കിട്ടി. 40 by IA2. So ഇത് സോൾവ് ചെയ്യുമ്പോൾ you will get the value of IA2. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് IA2ന്റെ വാല്യൂ കിട്ടും. IA2ന്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 5 ആൻഡ് IA1. അത് IA2ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. IA2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. IA2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്പീഡില്ല. ആൻസർ പറഞ്ഞേ. എത്ര കിട്ടിയ ആൻസർ? അത് ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 63.75. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. 63.75 കറക്റ്റ് ആണ് ആൻസർ. അജ്മലിന്റെ ആൻസർ 63.75 തന്നെയാണ്. 795 63.8. സോ നിങ്ങൾക്ക് രണ്ട് വാല്യൂ കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, ആർമേച്ചർ കറന്റ് രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഞാൻ എടുക്കുന്ന വാല്യൂ 63.8 ആയിരിക്കും. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിലേഷൻ ഉണ്ടാവും. 52 by 51 equal to 40 by IA2 ആണ് നമുക്കറിയാം. അത് 40 by 63.8 ആണ്. സോ 52 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 52 എന്ത് കിട്ടും? 52 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 63.40 by 63.8 into 51. That is 0.6
0.627 into 5.1. Okay, 5.2 എന്ന് പറഞ്ഞാൽ 0.627 into 5.1 കിട്ടും. That is 5.2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര 5.1 എത്ര പെർസെന്റ്? 5.2 എന്ന് പറഞ്ഞാൽ 62.7% of 5.1. ഫ്ലെക്സ് കുറയാന്നാ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് എന്താ? ഫ്ലെക്സ് ഹൗ മച്ച് മസ്റ്റ് ബി ദ മെയിൻ ഫ്ലെക്സ് ബി റെഡ്യൂസ്ഡ്. മെയിൻ ഫ്ലെക്സ് എത്ര റെഡ്യൂസ് ചെയ്യണം സ്പീഡ് 50% കൂടാനായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമുക്ക് കിട്ടിയേക്കുന്നത് ഫ്ലെക്സ് എത്രയാ? ഫ്ലെക്സ് എന്താണ്? 5.2 എത്രയാ കുറഞ്ഞത്? 62.7% റെഡ്യൂസ് ചെയ്തു. നേരത്തെ 100% ആയിരുന്നു ഫ്ലെക്സ് എങ്കിൽ ഇപ്പോഴത്തെ ഫ്ലെക്സ് എത്രയാ? 62.7. നേരത്തെ 100 ആണ് ഫ്ലെക്സ് എങ്കിൽ ഇപ്പൊ 62.7. അത്രയും ഫ്ലെക്സ് കുറഞ്ഞു. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആൻസർ എല്ലാവർക്കും കിട്ടിയോ? ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ആകെ ആലോചിക്കേണ്ട കാര്യം സ്പീഡ് റിലേഷനും ടോർ റിലേഷനും മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ആയിരിക്കും ഈ സ്പീഡ് കൺട്രോളിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അതാണ് ഇന്നലെ ഞാൻ 3 ക്വസ്റ്റ്യൻസ് ഇട്ടത്. അതും ഈ റിലേഷൻസ് വെച്ച് മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. ആ പ്രോബ്ലംസ് നിങ്ങൾ ബുക്കിൽ കുറച്ചുപേരെ എനിക്ക് അയച്ചു തന്നു, കുറച്ചുപേരെ അയച്ചു തന്നിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉള്ളവര് നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദിത്യ, ആദിത്യ പോയോ? ഓക്കെ, അറ്റൻഡൻസ് എടുത്തോളാം. പിന്നെ എനിവേ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നാക്കുവാണെങ്കിലും ഇരിക്കുന്നില്ലെങ്കിലും ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് DC മെഷീൻസിന്റെ. ഇനി നമ്മളൊരു സ്പീഡ് കൺട്രോൾ ഒരെണ്ണം ബാക്കി വെച്ചിട്ടാണ് ബാക്കിയെല്ലാം പഠിച്ചത്. ഞാൻ ജസ്റ്റ് പ്രസന്റ് ചെയ്തേക്കാം സ്ലൈഡ്, നിങ്ങൾ നോക്കിക്കോളാം. ദാറ്റ് ഈസ് വാർഡ്-ലിയോനാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. വാർഡ്-ലിയോനാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. വാർഡ്-ലിയോനാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ നോക്കിക്കോളാം. പേര് കേൾക്കുന്നതിനുള്ള എളുപ്പമാണ് വാർഡ്-ലിയോനാർഡ് സിസ്റ്റം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? നമ്മൾ സ്പീഡ് കൺട്രോളിന്റെ 3 ടൈപ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ഈസ് കോൾഡ്, എങ്ങനെയാണ് നമ്മൾ സ്പീഡ് കൺട്രോളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്?
ഇവട്ടൊക്കെ പറഞ്ഞാണ് അതൊന്നുകൂടെ പറയാം. സ്പീഡ് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്പീഡ് റിലേഷൻ നമ്മൾ ഇപ്പൊ എഴുതി n is proportional to EB by 5. ഇതാണ് നിങ്ങളുടെ സ്പീഡ് റിലേഷൻ. n is proportional to EB by 5, which is proportional. EB എന്ന് പറഞ്ഞാൽ B minus IAR ആണ് നമുക്കറിയാം. So divide by 5. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പഠിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചു സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫ്ലെക്സ് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ആർമേച്ചറിലുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ്. ദിസ് ഈസ് കോൾഡ് ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് ഫ്ലെക്സ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് കൺട്രോൾ. ദെൻ ആർമേച്ചർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത ഫീൽഡ് ഈ ഡ്രോപ്പ് ചേഞ്ച് ചെയ്ത സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ. നെക്സ്റ്റ് അടുത്ത മെത്തേഡ് വോൾട്ടേജ്. ആർമേച്ചർ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത സ്പീഡ് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത സ്പീഡ് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഇസ് ദ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, സോ നമ്മൾ ഇത് പഠിക്കാൻ പോവാണ്. അത് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളിന്റെ ഒരു മെയിൻ മെത്തേഡ് ആണ് വാർഡ്-ലിയോനാർഡ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഇതില ദിസ് ഈസ് എ DC മോട്ടർ. ഇതാണ് DC മോട്ടർ. ഈ DC മോട്ടറിന്റെ സ്പീഡിനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ DC മോട്ടറിൽ സപ്ലൈ നമുക്കറിയാം. DC മോട്ടർ ആകുമ്പോൾ ഇൻപുട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. അത് കൊടുക്കുന്നത് ഈ DC ജനറേറ്ററിൽ നിന്നാണ്. ഈ നമ്മുടെ മെയിൻ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ DC മോട്ടറാണ്. അതിന്റെ സ്പീഡിനെയാണ് നമുക്ക് ഈ DC മോട്ടർ വെച്ച് നമ്മൾ ഈ ലോറിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ DC മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതാണ് എൻ്റെ എയിം, അല്ലെങ്കിൽ അതാണ് ഞാൻ എനിക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ബാക്കിയല്ല. ഈ DC മോട്ടറിന്റെ ഫീൽഡാണിത്. സെപ്പറേറ്റഡ് ഫീൽഡ് കൊടുത്തേക്കുന്നു. ആ ഫീൽഡിന് ഒരു റെസിസ്റ്റൻസും ഉണ്ട്. ഫീൽഡിലേക്കുള്ള കറണ്ടിനെ ഏരിയ ചെയ്യാനാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എനിക്ക് DC മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യണം. അതാണ് എയിം. ഓക്കെ, ആ DC മോട്ടറിന് സപ്ലൈ കൊടുക്കുന്നത് ഡയറക്റ്റ് സപ്ലൈ അല്ല ഞാൻ കൊടുക്കുന്നത്, ഒരു DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഈ DC ജനറേറ്ററിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ DC ജനറേറ്ററിനെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ജനറേറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി അല്ലേ. ആ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നത് AC മോട്ടറാണ്. ഇതൊക്കെ സബ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മെയിൻ കാര്യം ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. ദാറ്റ് ഇസ് എ DC മോട്ടർ. അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യും. സോ അതിനെ ഡ്രൈവ് ചെയ്യാനാണ് ഞാൻ DC ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ആ DC ജനറേറ്ററിന് ഇൻപുട്ട് മെക്കാനിക്കൽ എനർജി കൊടുക്കുന്ന ഈ മോട്ടറിൽ നിന്നാണ്. AC മോട്ടറാണ്. AC മോട്ടർ ആയതുകൊണ്ട് ഇൻപുട്ട് AC ആണ്. മോട്ടർ അല്ലേ, മോട്ടറിന് ഇൻപുട്ട് ഇലക്ട്രിക്കൽ എനർജി വേണ്ടേ, അത് കിട്ടുന്നത് ഈ 3 phase AC സപ്ലൈ ആണ്. ഓക്കെ, പിന്നെ ഈ DC ജനറേറ്ററിന്റെ ഫീൽഡാണിത്. IFG, ഫീൽഡ് ഓഫ് ജനറേറ്റർ. അതിക്കുള്ള കറണ്ടാണ് IFG വെച്ച് നോട്ട് ചെയ്യുന്നത്. ആ ഫീൽഡിനെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഫിഗർ മനസ്സിലായോ എങ്ങനെയാണ്? ഈ ഫിഗർ എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന്റെ ഇതാണ് കൺട്രോൾ. ഇനി ഈ DC മോട്ടോർ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, സോ അതിനാണ് ഞാൻ വാർഡ്-ലിയോനാർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഈ വാർഡ്-ലിയോനാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അധികം യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇറ്റ്സ് കോസ്റ്റ് നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലാവും. ഒരു DC മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേറെ ജനറേറ്റർ വേണം, വേറെ AC മോട്ടർ വേണം. സോ സിസ്റ്റം കോസ്റ്റ്ലി ആണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്. ഇത് എല്ലാം കൂടെ പറയുന്ന പേരാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഈ AC മോട്ടറും DC ജനറേറ്ററും DC മോട്ടറും ഒക്കെ കൂടെ പറയുന്ന പേരാണ് മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ
നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്ററിന്റെ ഫീൽഡിനെ കൺട്രോൾ ചെയ്ത് എനിക്ക് മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് നോക്കിക്കോ, ദിസ് ഈസ് സപ്ലൈ വോൾട്ടേജ്. മോട്ടറിന്റെ ആർമേച്ചറിന് വോൾട്ടേജ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്, ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പം ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്താൽ മോട്ടറിന്റെ സപ്ലൈ വോൾട്ടേജ് വാങ്ങുമല്ലോ. സോ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എനിക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. അത് ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. സോ മോട്ടറിന്റെ സപ്ലൈ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആർമേച്ചർ അക്രോസ് ഉള്ള വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് വാട്ട്, പേര് ഇതാണ് കേട്ടോ, വാട്ട് ലിയോനാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. ഇതാണ് മെത്തേഡ്. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. നമുക്കറിയാം ഈ ജനറേറ്ററിന്റെ ഫീൽഡിൽ കൂടെയുള്ള കറണ്ടിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. കാരണം ഫീൽഡിൽ കൂടെയുള്ള കറണ്ടിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യില്ലേ? ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന EMF ചേഞ്ച് ചെയ്യും, മോട്ടറിന് കൊടുക്കുന്ന വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. ക്ലിയർ ആയോ പറയുന്നത്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. Yes, miss. സപ്ലൈ വോൾട്ടേജിനെ അപ്ലൈഡ് വോൾട്ടേജിനെ ചേഞ്ച് ചെയ്ത് ദാറ്റ് മീൻസ് ആർമേച്ചർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ചേഞ്ച് ചെയ്ത് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ഈ സിസ്റ്റം യൂസ് ചെയ്യും. എങ്ങനെയാണ് ഈ വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യുന്നത്? ഈ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യും. ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞാൽ ജനറേറ്ററിന്റെ ഫീൽഡിന്റെ റെസിസ്റ്റൻസിനെ ചേഞ്ച് ചെയ്താൽ ഫീൽഡിൽ കൂടെയുള്ള കറണ്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫീൽഡിൽ കൂടെയുള്ള കറണ്ടിനെ ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ജനറേറ്റഡ് EMF നമുക്കറിയാം E is proportional to N phi ആണ്, അല്ലെങ്കിൽ N is proportional to EB/phi ആണ്. സ്പീഡ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. സോറി, നോട്ട് സ്പീഡ്, ജനറേറ്റഡ് EMF ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടുത്തെ ഫ്ലക്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റഡ് EMF ചേഞ്ച് ചെയ്യും. ജനറേറ്റഡ് EMF ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. ദിസ് ഇസ് എ വാട്ട് ലിയോനാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആണ്, സ്മൂത്ത് സ്പീഡ് കൺട്രോൾ ആണ്. That means we can change the speed in forward and reverse direction. രണ്ട് ഡയറക്ഷനിലും സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും നമുക്ക് സ്പീഡ് കൺട്രോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറഞ്ഞത്? റീജനറേറ്റീവ് ബ്രേക്കിംഗ് കപ്പാസിറ്റർ. എന്താ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ പഠിച്ചില്ല, എന്നാലും എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് റീജനറേറ്റീവ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക്. വാട്ട് ഈസ് മെന്റ് ബൈ ബ്രേക്കിംഗ്? What is meant by braking? Braking എന്താ? What is meant by braking? What is meant by braking? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താ ബ്രേക്കിംഗ് എന്നാ? എന്താ നിങ്ങളെ ബ്രേക്കിംഗ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ ചോദിക്കുന്നത്, അല്ലാതെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല. എന്താ ഒരു വെഹിക്കിളിനെ ബ്രേക്കിംഗ്? എന്താ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാ? ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാ വണ്ടിയിൽ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാ? സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ബ്രേക്കിംഗ് സ്റ്റോപ്പിംഗ്. മോട്ടോർ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ബ്രേക്കിംഗ്. ബ്രേക്കിംഗ് 3 ടൈപ്പ് ഉണ്ട്. റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ഉണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്, പ്ലഗിംഗ് ഉണ്ട്. പ്ലഗിംഗ്, റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പൊ ഇതില് പ്ലഗിംഗ്, റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ഒക്കെ ഇപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ജസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതിവിടെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് പറയുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ കുറച്ച് എനർജി ലോസ് ഉണ്ടാവും. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ നമ്മൾ ഇതൊന്നും അലച്ചാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടീനെ പെട്ടെന്ന് ചവിട്ടി നിർത്തുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാവും, അല്ലേ? ഉണ്ടാവില്ലേ?
സോ അതിനെയൊക്കെ ഇത് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അതിനെ ആ പോകുന്ന ലോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് റീജനറേറ്റീവ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഒരു പ്രോബ്ലം തരാവേ. ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം പറയാവേ. ഇതും കൂടെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിങ്ങും ഇതും കൂടെ ഉള്ളൂ. പ്രോബ്ലം എഴുതിയെടുത്തോളൂ. A6 ball കേൾക്കുന്നില്ലേ? Yes, miss. 6 ball 250 volt 250. A6 ball 250 volt. Series motor is wave connected. Series motor is wave connected. Series motor is wave connected. Next sentence. There are 240 slots. There are 240 slots. There are 240 slots. And each slot has 4 conductors. And each slot has 4 conductors. Each slot has 4 conductors. The flex per pole is 0.175 milliweber. 0.175 milliweber. 0.175 milliweber. When the motor is taking 80 ampere. When the motor is taking 80 ampere. When the motor is taking 80 ampere. The field resistance is 0.05 ohm. The field resistance is 0.05 ohm. Field resistance is 0.05 ohm, comma, armature resistance is 0.1 ohm. Armature resistance is 0.1 ohm. Armature resistance is 0.1 ohm. And the iron and frictional losses are 0.1 kW. 0.1 kW. 0.1 kW. Calculate. Number 1, speed. Number 1, speed. Number 2, BHP. And the BHP? What is BHP? That is brake horsepower. BHP. Number 3, shaft torque. Number 3, shaft torque. Number 4, the pull-in torque. The pull-in force, not torque. The pull-in force in newtons. The pull-in force in newtons at the rim of the pulley. Of diameter 25 centimeter. At the rim of the pulley of diameter 25 centimeter. അപ്പോൾ ഇതിൽ 1-2 ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. തനിയെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞുതരാം, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. A6 ball. So number of balls may equal to 6.
ഇത് 2017 ഇലക്ട്രിക്കൽ DC മെഷീൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 250 volt, V equal to 250. This is series motor. Motor has a supply voltage. Series motor has a field and armature are connected in series. എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അപ്പോഴും സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. So then series motor has 240 slots. Number of slots 240 and each slot has 4 conductors. ഇനി നമുക്ക് എന്ത് വാല്യൂ കിട്ടും? എന്തിന്റെ വാല്യൂ കിട്ടുക? 240 സ്ലോട്ട് ഉണ്ട്, ഓരോ സ്ലോട്ടിലും 4 കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടുക? അതിന് നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് കിട്ടുക? പറയാ, എന്തിന്റെ വാല്യൂ കിട്ടുക? Number of conductors. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. എത്രയായിരിക്കും? ഒരു മോട്ടറിന്റെ പുറത്ത് അവർ പറഞ്ഞേക്കുന്നത് 240 സ്ലോട്ട് ഉണ്ട്. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. ഓരോന്നിലും 4 കണ്ടക്ടർ, ഓരോ സ്ലോട്ടിലും 4 കണ്ടക്ടേഴ്സ് വെച്ചാണ് വെച്ചേക്കുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയായിരിക്കും? പറയൂ. ടോട്ടൽ കണ്ടക്ടേഴ്സ് എങ്ങനെ കിട്ടുക? 960. 240 into 4. 240 into 4 is equal to 960. Then അടുത്ത പറഞ്ഞേക്കുന്നത് the flex per pole, that is phi is, flex per pole is 0.175 milliweber. 175 minus 3 Weber. When the motor is taking 80 ampere current, armature current is 80 ampere. Then field resistance is 0.05 ohm. Series motor, so RSC equal to 0.05 ohm. 0.05 ohm. Armature resistance, RA, armature resistance is equal to 0.1 ohm. 0.1 ohm. Then they are given as the iron and frictional loss. Iron loss and frictional loss. ആ ലോസിന് പറയുന്ന പേരെന്താ? Iron loss plus frictional loss is equal to മെക്കാനിക്കൽ ലോസ്. iron loss and frictional loss and mechanical loss. അല്ല, മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ അയൺ ലോസ് ആണ്, മാഗ്നറ്റിക് ലോസ് ആണ് അല്ലേ? അയൺ ലോസും ഫ്രിക്ഷൻ ലോസിനും കൂടെ പറയുന്ന പേരെന്താ? മെക്കാനിക്കൽ ലോസ്. എന്താണ്? Rotational loss. Rotational loss. Magnetic loss plus mechanical loss is called rotational loss or stray load. Rotational loss is equal to 0.1 kW, 0.1 into 1000. 100 watt. Then ആദ്യം കണ്ടുപിടിക്കേണ്ട സ്പീഡാണ്, ഫസ്റ്റ് സ്പീഡ്. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ? നിങ്ങൾ പറഞ്ഞ സ്പീഡ് എങ്ങനെ കിട്ടുമെന്ന്? n ഈക്വൽ ടു എങ്ങനെ കിട്ടാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സ്പീഡ് കിട്ടാൻ, എളുപ്പമാണ്. എങ്ങനെയാ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്പീഡ് എങ്ങനെ കിട്ടും? ഏത് ഇക്വേഷൻ വെച്ചാൽ സ്പീഡ് കിട്ടുക? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സ്പീഡ് വെച്ചിട്ടുള്ള ഏത് ഇക്വേഷനാ പഠിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചത്. E is equal to, നമുക്കറിയാം മോട്ടർ എന്ന് പറഞ്ഞ ബാക്ക് EMF ആണ്. സോ EB equal to 5ZN/60 into P/E. മോട്ടറിന്റെ സ്പീഡ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ക്ലോക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് EMF ഇക്വേഷൻ. E equal to 5ZN/60 into P/E. P തന്നിട്ടുണ്ട്. പിന്നെ ആർമേച്ചർ വേവ് കണക്റ്റഡ് എന്നല്ലേ? വേവ് കണക്റ്റഡ് ആവുമ്പോൾ എന്തായിരിക്കും? A equal to, വേവ് കണക്റ്റഡ് ആവുമ്പോൾ A equal to
രണ്ട് കണക്ഷൻ ഉണ്ട് ആർമേച്ചർ വൈൻഡിങ്. വൺ ഈസ് കോൾഡ് ലാബ് കണക്ഷൻ ആൻഡ് അതർ ഈസ് കോൾഡ് വേവ് കണക്ഷൻ. ഫോർ ലാബ് കണക്ഷൻ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? നന്നായിട്ട് പഠിച്ചേ പറ്റൂ, നന്നായിട്ടിരുന്ന് പഠിച്ചേ പറ്റൂ. ഇതൊക്കെ പഠിപ്പിച്ചതാണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു ആദിത്യ. ആദിത്യ 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 റെസ്പോണ്ട് ചെയ്യാത്തൊക്കെ അറ്റൻഡൻസ് തരില്ല കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നതാണ്. ദെൻ സൂര്യ, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തായിരിക്കും? വേവ് കണക്ഷൻ 2 ആയിരിക്കും. ലാബ് കണക്ഷൻ നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. സോ ഇവിടെ A equal to 2 ആണ്. സോ അതറിയാം. 60 അറിയാം. ഇവിടെ നമുക്കറിയാം 960 ഉണ്ട്. ഫ്ലെക്സ് തമ്മിലുള്ള സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. EB കണ്ടുപിടിക്കാം. EB കുറച്ച് മുമ്പ് അതേ ഇക്വേഷൻ EB is equal to V minus IAR. V ഉണ്ട്, IA ഉണ്ട്, RA ഉണ്ട്. EB കിട്ടും. ആ EB കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get a value of speed. പെട്ടെന്ന് എഴുതി, കുറച്ച് സമയമുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന്. ഇന്ന് അമലില്ല. അമൽ പെട്ടെന്ന് സ്പീഡിന്റെ വാല്യൂ പറഞ്ഞു. ആൽബർട്ട് ഇല്ല. ഒരു സെഷൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്താൽ ഡെൻസ് ഉണ്ട്. കാരണം നിങ്ങളൊന്നും പഠിക്കുന്നില്ലെന്നാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ക്ലാസ് ചുമ്മാ കയറുക, ചുമ്മാ ഇറങ്ങുക. പറ സ്പീഡിന്റെ വാല്യൂ. സ്പീഡിന്റെ വാല്യൂ പറയണേ പെട്ടെന്ന്. ബോർഡ് കാണുന്നില്ല. പെട്ടെന്ന് സ്പീഡ് പറയണേ. Ready?